ആണ്. എന്തായാലും ഇപ്പോൾ കൂടുതൽ അറബിക്, തമിഴ്, ഇംഗ്ലീഷ് പദ്യം ചൊല്ലലുകളും സംഘഗാനവുമായിട്ട് നിങ്ങൾ അവിടെ അതിഥികളുമായി തയ്യാറായി നിൽക്കുക. നവീൻ അവിടെ മറ്റൊരു സംഘവുമായി തയ്യാറാണ്. നവീൻ, തബലയ്ക്ക് ശേഷം ഇനി ആരാണ് നമ്മുടെ പവലിയനിലുള്ളത്? ഇവിടെ വരുന്നത് നമ്മുടെ ഹൈസ്കൂൾ വിഭാഗത്തിലെ നമ്മുടെ കേരള നടനത്തില് ഒന്നാം എ ഗ്രേഡ് നേടിയ നമ്മുടെ കൊല്ലം സ്വദേശിനെ കലാകാരിയാണ്. ഈ കലയുടെ പേരൊരു പ്രത്യേകത ഉണ്ട്. കാരണം ഇപ്പൊ സന്ധ്യാസമയമാണ്. നമ്മൾ വിളക്കൊക്കെ വെച്ചിട്ട് നാമം ജപിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയും. പ്രാർത്ഥന എന്നാണ് നമ്മുടെ സഹോദരന്റെ പേര്. അങ്ങനെ ഇതൊരു ഈ നിമിഷത്തിലുള്ള ഒരു പേര് കൂടിയാണ്. എവിടെ സ്കൂളിന്റെ പേരെന്താ? ഗവൺമെന്റ് HSS കരുനാഗപ്പള്ളി. ആരാ ഗുരുനാഥൻ? രശ്മി അഞ്ജു. മേഡം വന്നിട്ടുണ്ടോ? ഇല്ല. കൂടെ ആരാ വന്നിരിക്കുന്നത്? അച്ഛനും അമ്മയും. അച്ഛനും അമ്മയും ആരെങ്കിലും ഈ കലാപരമായിട്ട് എന്തെങ്കിലും? അമ്മ പണ്ട് എന്തായിരുന്നു? ഡാൻസ് പഠിച്ചിട്ടുണ്ട്. അമ്മ പണ്ട് ഡാൻസ് കളിച്ചിരുന്നു. ഇപ്പൊ മോളാണ് ഡാൻസ് കളിക്കുന്നത്. ശരി, അപ്പൊ നമുക്ക് ചെറിയ പോർഷൻ അവതരിപ്പിക്കാം. റെഡി? കൃഷ്ണ ഹരേ ജയ നാമ സങ്കീർത്തനം കൃഷ്ണഗാനാമൃതം കാതുകൾക്കിമ്പവും കൃഷ്ണഗാനാമൃതം കാതുകൾക്കിമ്പവും ആവടി രോഹിണി അഷ്ടമി രോഹിണി ആരവവൃഷ്ടിയും രാവിൻ പകുതി ജനനം നാഥനാം മുരളീദേവനും ജനകോടികളിൽ ആനന്ദ നടനം ജനകോടികളിൽ ആനന്ദ നടനം ജനകോടികളിൽ ആനന്ദ നടനം ശംഖും ചക്രം ഗദാ പത്മം വിശ്വരൂപം യഥോജിതം വിശ്വരൂപം യഥോജിതം കണ്ണീരൊഴുക്കി ദേവി പുത്രനെ ഈടവേ കണ്ണീർ തുടച്ചു വസുദേവരും തേങ്ങിയിടുന്നു പുഞ്ചിരി തൂകും പിഞ്ചു കുഞ്ഞിനെ കൈവച്ചു നെഞ്ചിലെ നിമിഷ നേരം കൊണ്ട്, അതായത് നല്ല പുഞ്ചിരി ചൂകുന്ന മുഖത്ത് നിമിഷ നേരം കൊണ്ട് കണ്ണീര് വരിക, അതൊക്കെ ഒരു അഭിനയത്തേക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. സൂപ്പറായിട്ട് കേട്ടോ. അപ്പൊ എന്തായാലും എല്ലാവിധ ഭാവം നേരുന്നു. ഭാവിയിൽ വലിയ ഒരു നർത്തകിയാവട്ടെ, വലിയൊരു കലാകാരിയാവട്ടെ. ഓക്കെ, താങ്ക് യു. കാളിദാസനും രേണുകയും അവിടെ തയ്യാറാണെന്ന് കരുതുന്നു. അറബിക് പദ്യം ചൊല്ലലും അറബിക് സംഘഗാനത്തിനും ഒക്കെ ശേഷം ഇപ്പോ ആരാണ് കൂടെയുള്ളത്? ഞാൻ പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പ് അറബിക്ക് പുറമെ സംസ്കൃതം വന്നിട്ടുണ്ട്. സംസ്കൃതം ഏതാണ്? സംസ്കൃതം പ്രസംഗം. സംസ്കൃതം പ്രസംഗം. പേരെന്തായിരുന്നു? പല്ലവി കൃഷ്ണ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ആ സംസ്കൃതം പ്രസംഗം കേൾക്കാം. നമുക്കൊന്ന് ചുരുക്കി പറഞ്ഞാൽ മതി കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ മതി. സർവശ്രേഷ്ഠായൈ രാജ്യസ്തരീയ സംസ്കൃതോത്സവ സഭായൈ നമഃ. ആദരണീയ ഗുരവഃ സംസ്കൃതാഭിമാനിനഃ പ്രിയമിത്രാണി. മഹോത്സവോയം ഏഷ്യാ ഭൂഖണ്ഡേപി മഹത്തമഃ ഭവതി. കൗമാര കേരളസ്യ കലാദക്ഷിണായേവ അത്ര സമർപ്യത്തെ. സമാജസ്യ പരിഷ്കരണേ മാനവീയ മൂല്യാനാം പ്രവർധനേ ച കലാഃ ഉപകുർവന്തി. ആബാലവൃദ്ധം ജനാഃ കലാഃ ആസ്വാദയന്തി. അതേവ കലോത്സവഃ വിപുലയാ രീതിയാ ആഘോഷ്യത്തെ. ഉച്ചാരണമാണ് സംസ്കൃതത്തിന്റെ ഏറ്റവും പ്രധാനം അല്ലേ? എപ്പോഴും ഉച്ചാരണത്തിനല്ലേ മാർക്ക് എപ്പോഴും വരുന്നത്. അതാണ്. അപ്പം നമ്മൾ അറബിക്ക് പുറമെ സംസ്കൃതം വ്യത്യസ്തം. എൻ്റെ മോളെ ജില്ല ഏതാ? മലപ്പുറം.